വീണ്ടും വാർത്തകളിലേക്ക്. KSRTCയുടെ എക്സ്പ്രസ് ബസ്സുകളെ പുതിയ ദൗത്യത്തിനായി നിയോഗിക്കുകയാണ്. പൊതുഗതാഗതത്തിൽ നിന്ന് പിൻവലിച്ചുകൊണ്ട് ബസ് ബജറ്റ് ടൂറിസത്തിന് കൈമാറാൻ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നിർദ്ദേശിച്ചു. പ്രതീക്ഷിച്ചത്ര വരുമാനം കിട്ടുന്നുമില്ല, നഷ്ടവും. ഇതാണ് KSRTCയുടെ എക്സ്പ്രസ് ബസ്സുകൾ പിൻവലിക്കുന്നതിലേക്ക് എത്തിച്ച ഘടകം. ബസ്സുകൾ നവീകരിച്ച് KSRTCയുടെ ബജറ്റ് ടൂറിസം സെല്ലിന് കൈമാറാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. 2 ബസ്സുകൾ പുത്തനായി പണിതിറക്കി പത്തനാപുരം ഡിപ്പോയ്ക്ക് കൈമാറി. എന്നാൽ ബസ്സുകൾ ബജറ്റ് ടൂറിസം കൂടുതലായി നടക്കുന്ന ഡിപ്പോകൾക്ക് കൈമാറാൻ മന്ത്രി ഗണേഷ് കുമാർ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. ഇത് പ്രകാരം ഒരെണ്ണം കൊട്ടാരക്കര ഡിപ്പോയിലേക്കും രണ്ടാമത്തെ ബസ് ചാലക്കുടി ഡിപ്പോയ്ക്കും കൊടുക്കും. ബജറ്റ് ടൂറിസം വഴി നല്ല വരുമാനം ലഭിക്കുന്നുണ്ടെങ്കിലും സഞ്ചാരത്തിന് നല്ല ബസ്സില്ലെന്ന പരാതി ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മന്ത്രി ഗണേഷ് കുമാർ ഇടപെട്ടത്. ഈ കാണുന്ന എക്സ്പ്രസ് ബസ്സുകൾ നവീകരിച്ച് ബജറ്റ് ടൂറിസത്തിന് കൈമാറും. പുത്തൻ നിറം കൊടുത്താകും ബജറ്റ് ടൂറിസം സെല്ലിന് കൈമാറുക. ദീർഘദൂര ബസ്സുകളിൽ യാത്രക്കാർക്ക് നല്ല ഭക്ഷണം ലഭിക്കാനായി റെസ്റ്റോറന്റുകളുടെ പട്ടിക തയ്യാറാക്കുകയാണ് കോർപ്പറേഷൻ. KSRTCയുമായി കരാറുണ്ടാക്കുന്ന റെസ്റ്റോറന്റുകളിൽ മാത്രമേ ഇനി ബസ് നിർത്തൂ. ഏതൊക്കെ റെസ്റ്റോറന്റുകളെ ഇതിനായി തിരഞ്ഞെടുക്കാമെന്നത് കണ്ടെത്താൻ പുറത്തുനിന്നുള്ള വിദഗ്ധ സംഘത്തെ ഉടൻ പരിശോധനയ്ക്ക് അയക്കും. RB സനു, മീഡിയ 1, തിരുവനന്തപുരം.